ദേശീയപാത നിർമ്മാണത്തിനായി പൊളിച്ചുമാറ്റിയ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാത്തതോടെ കാസർഗോഡ് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. ചുറ്റുമതിലില്ലാത്തതുകൊണ്ട് മഴവെള്ളം ക്ലാസ് മുറികളിലേക്ക് കുത്തിയൊലിച്ച് കയറി വെള്ളക്കെട്ടുണ്ടാകുന്നതും പതിവാണ്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ദേശീയപാത ഉപരോധിക്കുന്നതുൾപ്പെടെ സമരത്തിലേക്ക് നീങ്ങാനാണ് PTA തീരുമാനം. ദേശീയപാത നിർമ്മാണത്തിനായി പൊളിച്ചുമാറ്റിയ കോമ്പൗണ്ട് മതിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം പ്രവർത്തിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ദുരിതത്തിലായത്. നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ കാരണം മഴക്കാലത്ത് സ്കൂൾ മുറ്റം പൂർണ്ണമായും വെള്ളക്കെട്ടായി മാറുകയാണ്. ദേശീയപാതയിലെ മഴവെള്ളം ഒലിച്ചു വരുന്നത് ഇവിടുത്തെ പ്രീ പ്രൈമറി സ്കൂളിന്റെ അകത്തേക്കാണ്. സുരക്ഷാ മതിൽ ഇല്ലാത്തതിനാൽ ദേശീയപാതയോട് ചേർന്നുള്ള പ്രീ പ്രൈമറി സെക്ഷനിലെ പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ വെള്ളക്കെട്ട് താണ്ടി വേണം ക്ലാസ് മുറികളിലെത്താൻ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മതിൽ തകർന്നപ്പോൾ അത് പുനർനിർമ്മിച്ച് നൽകാമെന്ന് കമ്പനി അധികൃതർ അന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിരന്തരം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടും അനുകൂലമായ ഒരു നടപടിയുമില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. പക്ഷെ നാളിതുവരെ നമ്മൾ നിരന്തരം ഓഫീസുമായിട്ടും അതുപോലെ തന്നെ അവിടെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നില്ല. ഇപ്പോൾ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിലൂടെ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം നേരെ വന്നിറങ്ങുന്നത് KG സെക്ഷനിലെ കുട്ടികളാണ്. താരതമ്യേന ചെറിയ കുട്ടികളാണത്. അവരുടെ മുട്ടോളം ഒക്കെ വെള്ളം ഒരു നീന്തി കിടക്കുന്നത് പോലെ കടന്നിട്ട് വേണം അവർക്ക് ക്ലാസ്സിലെത്താൻ. കുട്ടികൾ ബാത്റൂമിലൊക്കെ പോയി അറിയാതെ പെട്ടെന്ന് അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് വീഴും. അതുപോലെ തന്നെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഏറ്റവും തിരക്ക് കൂടിയ റോഡാണിത്. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. സുരക്ഷാ മതിൽ ഇല്ലാത്തത് കാരണം രാത്രികാലങ്ങളിൽ സ്കൂൾ പരിസരത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമാണ്. സ്കൂളിലെ ശുചിമുറികൾ വൃത്തികേടാക്കുന്നതും പതിവാണ്. സ്കൂളിനോട് ചേർന്നുള്ള ഫുട്പാത്ത് നിർമ്മാണവും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. പ്രദേശത്ത് ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ നാട്ടുകാർ നിരന്തരം പ്രതിഷേധിച്ചിട്ടും നിർമ്മാണ കമ്പനി തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രീ പ്രൈമറി വിഭാഗത്തിലെ ചെറിയ കുട്ടികളാണ് ഇപ്പോൾ മഴ കനത്തതോടെ ക്ലാസ് മുറികളിൽ ദുരിതം അനുഭവിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളെ അണിനിരത്തി ദേശീയപാത ഉപരോധിക്കുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് പോകുമെന്ന് PTA മുന്നറിയിപ്പ് നൽകുന്നത്. ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഇടമാണ്, സർക്കാർ സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ദേശീയപാത അധികൃതർ സ്കൂൾ അധികൃതരുടെ ആവശ്യം പരിഗണിക്കണം. കനത്ത മഴയിലുള്ള ഈ വെള്ളം ഒഴുക്ക് നിയന്ത്രിക്കാൻ അടിയന്തരമായി ഇടപെടണം. രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.